ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് പനിയാരവും തക്കാളി ചമ്മന്തിയും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പനിയാരം? അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം ഇഡ്ഡലി മാവിൻ്റെ മാവാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾക്ക് കടുക് താളിച്ച് ഈ മാവ് റെഡിയാക്കാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുകിട്ടു. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉഴുന്ന് പരിപ്പും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ പ്രോട്ടീൻ്റെ ഒരു കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലതുമാണ്. അതിനുശേഷം നമ്മളതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, സവാള, ഇഞ്ചി എന്നിവ ഇട്ട് വഴറ്റും. അന്ന് വെച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ട് വഴറ്റണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ഇത് തമിഴ്നാട്ടിലുള്ള ആളുകൾ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലെങ്കിൽ സ്നാക്സാണ്. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുത്തു വിടാമല്ലോ എന്ന് ചിന്തിച്ച് തുടങ്ങിയത്. അവർക്ക് ഈസിയാണ് കഴിക്കാൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ് അതും. ഇനി നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവിലേക്ക് ഇപ്പോൾ കടുക് താളിച്ച ഈ കൂട്ടിട്ട് മിക്സ് ചെയ്യുക. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ഒട്ടും ലൂസായി പോകരുത്, അതുപോലെ തന്നെ നല്ല ടൈറ്റും ആവരുത്. ഇതായിരിക്കണം അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എന്നിവ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നല്ലപോലെ പഴുത്ത തക്കാളി, അപ്പോൾ നല്ല കളർ കിട്ടും, ടേസ്റ്റിനും ഡിഫറൻസ് ഉണ്ട്. നല്ലപോലെ പഴുത്ത ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ 2 എടുത്താലും മതി. ഇതും ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് ഫ്രൈ ആക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി അതിലേക്ക് വറ്റൽ മുളകോ മുളക് പൊടിയോ ചേർക്കാം. ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. വറ്റൽ മുളക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് ഭയങ്കര എരിവാണ്, മുളക് പൊടിക്കും എരിവാണ്. ഇത് കാശ്മീരി അല്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എമൗണ്ടേ ചേർക്കുന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട്. ഇനി ഞാൻ അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്തു. ഇനി ഈ തക്കാളി നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ മമ്മിക്കും ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ ഈ ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇപ്പം നമ്മുടെ തക്കാളി പാകത്തിന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി അത് തണുക്കാനായി മാറ്റിവെച്ചു. ആ സമയം കൊണ്ട് പനിയാരം റെഡിയാക്കാം. അതിനായി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ, ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വളരെ കുറച്ച് ഓയിൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനിയാരത്തിൻ്റെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് വേവാനായിട്ട് വെക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചിട്ട് അടുത്ത സൈഡ് കൂടി വേവിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മറ്റേ വശം കൂടി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലോങ് പ്രോസസ്സായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഉണ്ടാക്കുമ്പോൾ 2 മിനിറ്റ് മതി. ഒരു സൈഡ് വെന്ത് പനിയാരം നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വറുത്ത് കോരി എടുക്കാം എന്നുള്ളത് കൊണ്ട് ഒത്തിരി താമസമൊന്നുമില്ല ഇതുണ്ടാക്കാൻ എന്നുള്ളതാണ് സത്യം. അപ്പം നേരിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കിതൊരു പാടുമില്ല, അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പം മറിച്ചിട്ട വശവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൊണ്ട് ആ പാൻ ഒന്ന് കഴുകി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് ചമ്മന്തിക്ക് കടുക് താളിക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റി അത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം.
എങ്ങനെയുണ്ട് രുചി കൂട്ടായത്? നല്ല സൂപ്പറാ.